മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തമിഴ്നാട് തേനി ജില്ലയിലെ നെൽപ്പാടങ്ങളിലേക്ക് ഒന്നാം കൃഷിക്കായി ശനിയാഴ്ച മുതൽ വെള്ളം കൊണ്ടുപോകുമെന്ന് കമ്പം MLA ജഗന്നാഥ് മിശ്ര പറഞ്ഞു. അണക്കെട്ടിൽ നിന്ന് കാർഷിക ആവശ്യത്തിനായി സെക്കൻഡിൽ 256 കനയടി വെള്ളമാണ് കൊണ്ടുപോകുന്നത്. തികഴിൽ നടന്ന പ്രത്യേക പൂജകൾക്ക് ശേഷം ഷട്ടർ തുറന്നുവിടും. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കാതെ ഇരുന്നതോടെ ജൂൺ ആദ്യവാരം ഒന്നാം കൃഷിക്കായി വെള്ളം കൊണ്ടുപോകേണ്ട തമിഴ്നാട് 2 മാസത്തിന് ശേഷമാണ് കൃഷിക്കായി വെള്ളം കൊണ്ടുപോകാൻ തുടങ്ങിയത്. 118 അടി പിന്നിട്ടാൽ മാത്രമാണ് തമിഴ്നാടിന് കൃഷി ആവശ്യത്തിന് വെള്ളം കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ജൂൺ മാസം 110 അടിക്ക് താഴെയായതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. ഓഗസ്റ്റ് ആദ്യവാരം അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമാവുകയും അണക്കെട്ടിലെ ജലനിരപ്പ് 121.75 അടിയിലേക്ക് എത്തുകയും ചെയ്തതോടെയാണ് ശനിയാഴ്ച മുതൽ 120 ദിവസത്തേക്ക് വെള്ളം കൊണ്ടുപോകാൻ തമിഴ്നാട് തീരുമാനമെടുത്തത്. അണക്കെട്ടിലേക്ക് സെക്കൻഡിൽ 1300 ഘനയടി വെള്ളമാണ് ഒഴുകിയെത്തുന്നത്. 2020 കാലവർഷം വൈകിയതിനാൽ ഓഗസ്റ്റിലാണ് ഒന്നാം കൃഷിക്കായി ഷട്ടർ തുറന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം ഉപയോഗിച്ച് തമിഴ്നാട്ടിലെ 5 ജില്ലകളിലാണ് കൃഷി ചെയ്യുന്നത്. ഇടുക്കിയുടെ അയൽ ജില്ലയായ തേനിയിൽ മാത്രം 14,707 ഏക്കറിൽ അധികം സ്ഥലത്താണ് മുല്ലപ്പെരിയാറിലെ വെള്ളത്തിനെ ആശ്രയിച്ച് കർഷകർ കൃഷി ഒരുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുമളി.